നമസ്കാരം. ഭാഗ്യം ചാനലിലേക്ക് സ്വാഗതം. ഭാഗ്യം സിദ്ധിക്കാൻ, ദൈവശിക്ഷ കിട്ടാതിരിക്കാൻ, പൊതുവെ എല്ലാവർക്കും അറിയാം പൊതുവെയുള്ള കാര്യങ്ങളൊക്കെ. അതായത് ദൈവത്തിന് നിരക്കാത്തതൊന്നും നമ്മൾ ചിന്തിക്കാൻ പാടില്ല, പറയാൻ പാടില്ല, പ്രവർത്തിക്കാൻ പാടില്ല. ഓക്കെ. ഇപ്പോൾ ഞാനിത് പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് കുറച്ചുകൂടി വ്യക്തമായിട്ട് പച്ചയായിട്ട് നമ്മൾ വെട്ടിത്തുറന്ന് പറയുന്നു. നമ്മളെല്ലാം വെട്ടിത്തുറന്ന് പറയുന്ന കൂട്ടത്തിലാണ്, സ്ട്രെയിറ്റ് ഫോർവേഡാണ്. അതിപ്പോൾ പറഞ്ഞാൽ 64 വയസ്സായി, ഇനിയിപ്പോൾ അത് ഒന്നേന്ന് തൊട്ട് തിരുത്താനൊന്നും പറ്റത്തില്ല. നമ്മൾ ശീലിച്ച് ജീവിച്ച് പഠിച്ച കാര്യങ്ങളൊക്കെയാണ് വെട്ടിത്തുറന്ന് പറയുന്നത്. അപ്പോൾ പുതിയ പ്രേക്ഷകർക്ക് വേണ്ടി പറയാം, ദയവായി പഴയ പ്രേക്ഷകർ ക്ഷമിക്കുക. ഞങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്നു, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഭാഗ്യം ലഭിക്കും. ഇത് ഇങ്ങനെ പറയുന്നത് സ്വയം പുകഴ്ത്തുകയാണ്. ഓക്കെ, ഔചിത്യമില്ലാത്ത മര്യാദയില്ലാത്ത പരിപാടിയാണ്. പക്ഷേ ഞാനിത് പറയാതെ നിങ്ങളെങ്ങനെ മനസ്സിലാക്കും? ഓക്കെ. അത് മാത്രമല്ല, ഇനി എനിക്ക് 64 വയസ്സായി, ഇനി എത്ര കാലം ജീവിച്ചിരിക്കുമെന്ന് ഒരു പിടിയില്ല. എൻ്റെ കൂടെ പഠിച്ച നിരവധി പേര് മരിച്ചു പോയിട്ടുണ്ട്, വളരെ നേരത്തെ തന്നെ മരിച്ചു പോയവരുണ്ട്. അപ്പോൾ 60 വയസ്സിന് ശേഷം പൊതുവെ എല്ലാവരും തൊഴിലിൽ നിന്നൊക്കെ റിട്ടയർ ചെയ്യുന്ന പ്രായമാണ്. ഞാനും അങ്ങനെ വിചാരിച്ചത്. പക്ഷേ ഈ പറഞ്ഞതൊക്കെ തൊഴിലിൽ നിന്ന് റിട്ടയർ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ബിസിനസ്സുകളാണ്. അപ്പോൾ അത് ഈ പറയുന്നതൊക്കെ ആദ്യം പ്രത്യേകിച്ച് എൻ്റെ മകൻ്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ബിസിനസ് അതൊക്കെ സ്റ്റാഫിനെയൊക്കെ ഏൽപ്പിച്ചിട്ട് നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാമെന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ ഒരു 15 ദിവസം ഞാൻ വീട്ടിലിരുന്ന് നോക്കി. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് ശരിയാകത്തില്ല. ബോറടിച്ച് ഉറങ്ങി ഒരു പരമാവധി പിത്തം പിടിച്ച് ചാവത്തയുള്ളത് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് പിന്നെ പണ്ടത്തെ ഇരട്ടി രീതിയിൽ ആക്റ്റീവായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുന്നു. അപ്പോൾ ഇത് എത്ര നാൾ തുടരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അതൊക്കെ ഈശ്വരൻ്റെ നിശ്ചയമാണ്. എങ്കിലും ഞാൻ പൊതുവെ ചിന്തിക്കുന്നതും എല്ലാവരോടും പറയുകയൊക്കെ ചെയ്യുന്നത് ഇതാണ്. ഏറിപ്പോയാൽ ഇനിയിപ്പോൾ ഒരു 1-2 വർഷം കൂടെ നമ്മൾ ജീവിച്ചെന്ന് വരും എന്ന് പറയുമ്പോൾ കൃത്യമായിട്ടൊരു കണക്ക് പറയാം. 2 വർഷം ജീവിക്കുന്നെന്ന് വിചാരിക്കാം. ഓക്കെ. എന്ന് പറയുമ്പോൾ 365 + 365 എത്ര? 730 ദിവസം. അതായത് ഇനി ഞാൻ ഏകദേശം പ്രതീക്ഷിക്കുന്ന ഇതാണ്, ഏകദേശം ഒരു 730 ദിവസം കൂടി ഞാനിനി ജീവിച്ചിരിക്കത്തുള്ളൂ. ഏകദേശം ഞാൻ പറയുകയാണ്. അപ്പോൾ എത്ര മണിക്കൂർ ഉണ്ട് എനിക്ക് ഇനി ബാക്കി? 730 ഗുണം 24 കൂട്ടാൻ ഒക്കത്തില്ല. കാര്യം 8 മണിക്കൂർ നമ്മൾ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയാണ്. അപ്പോൾ ഒരു 16 മണിക്കൂർ നമ്മൾ വർക്ക് ചെയ്യുന്നു. 730 ഗുണം 16 ഏകദേശം 7300 പ്ലസ് ഏകദേശം 7300, ഏകദേശം ഒരു 10,000 മണിക്കൂർ എനിക്കിനി ബാക്കി ഉണ്ടാവും. ഓക്കെ. മണിക്കൂറുകൾ എണ്ണപ്പെട്ട മനുഷ്യജീവിയാണ് ഞാൻ. ഓക്കെ. അപ്പോൾ ഏകദേശം 10,000 മണിക്കൂർ ഞാൻ ഇനി ജീവിച്ചിരിക്കാം. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ശരിക്കും മനസ്സുകൊണ്ട് എല്ലാത്തിൽ നിന്നും റിട്ടയർ ആയതാണ്. പക്ഷേ സംഭവം വേറൊരു കാര്യമുണ്ട്, അത് നിങ്ങൾക്ക് പാലിക്കാവുന്നൊരു സംഭവമാണ്. അതായത് ഈ അൽഷിമേഴ്സ് എന്ന് പറയുന്നൊരു രോഗമുണ്ട്, മറവി രോഗം. അത് എല്ലാവർക്കും ഒക്കെ സംഭവിക്കാവുന്നതാണ്. അതായത് രവി ബുധ യോഗം, അതായത് ബുധാദിത്യ യോഗം ഉള്ളവർക്ക്, നിപുണ യോഗം ഉള്ളവർക്ക്,
അതായത് സൂര്യനും ബുധനും ഒരു രാശിയിൽ വരുന്നതിനാണ് ഇത് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുന്നവർക്ക് ചെറുപ്പകാലത്ത് ആരോഗ്യമായിട്ടിരിക്കുന്ന കാലത്ത്, അതായത് ഓർമ്മയുള്ള കാലം, വലിയ രീതിയിൽ എല്ലാ കാര്യത്തിനും ഒരു നിപുണത ഉണ്ടാവും. അതായത് ഒരു പ്രത്യേക സ്റ്റൈല്, ഏത് കാര്യത്തിനും. ഒരു ഗ്ലാസ്സിൽ നിന്ന് ചായ കുടിക്കുന്നതിന് പോലും സ്വന്തമായിട്ടൊരു ശൈലി ഉണ്ടായിരിക്കും. അതുപോലെ എല്ലാ കാര്യത്തിനും ഒരു സ്വന്തമായിട്ടുള്ളൊരു ശൈലി കാണും. അത് നല്ലതാണ് ചെറുപ്പകാലത്ത് ആരോഗ്യമായിട്ടിരിക്കുമ്പോൾ. പക്ഷേ അങ്ങനെയുള്ളവർക്കാണ് ഈ അൾഷിമേഴ്സ് വരാനുള്ള സാധ്യത, മറവി രോഗം വരാനുള്ള സാധ്യത കൂടുതൽ. അപ്പോൾ ഈ അൾഷിമേഴ്സിന് കാര്യമായ ചികിത്സകളൊന്നുമില്ല. അപ്പോൾ ഈ റിസർച്ചൊക്കെ ചെയ്ത് കണ്ടുപിടിച്ച ഡോക്ടർമാരും ഒക്കെ പറയുന്നത് സംസാരിക്കുക. ഓക്കെ, ആൾക്കാർ തീർച്ചയായിട്ടും ഇവൻ്റെ കത്തി സഹിക്കാൻ വയ്യാമല്ലോ എന്നൊക്കെ പറയും. ശരിയാണ്. പക്ഷേ സംഭവം ഇതാണ്, നമ്മൾ സംസാരിക്കുമ്പോൾ തൊണ്ടയും നാക്കും മാത്രമല്ല അനങ്ങുന്നത്, ബ്രെയിൻ വർക്ക് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ശരീരത്തിലെ ഏതൊക്കെ ആന്തരിക അവയവങ്ങൾ വർക്ക് ചെയ്യുന്നതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. പക്ഷേ അതെല്ലാം തന്നെ ആക്റ്റീവാവും. അങ്ങനെ ഒരു ആക്റ്റീവാവുന്ന ഒരു സംഭവം ഈ സംസാരിക്കുമ്പോൾ ഉണ്ടാവും. അപ്പോൾ അൾഷിമേഴ്സിന് ഒരു പരിധി വരെ ആവശ്യത്തിലധികം സംസാരിക്കുക എന്ന് അതാണ് ഡോക്ടർമാർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിന് പകരം മന്ത്രജപങ്ങൾ ഉച്ചത്തിൽ ചൊല്ലിയാൽ മതി. ഓക്കെ, അപ്പോൾ അത് ഈ പറഞ്ഞതൊക്കെ നമുക്ക് പാലിക്കുന്ന ഒരു രീതി എന്ന് പറയുമ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്റ്റീവായിട്ടിരിക്കുക. എല്ലാ തരത്തിലും സംസാരിക്കുകയും മന്ത്രജപം നടത്തുകയും ചെയ്യുക മാത്രമല്ല, എല്ലാ തരത്തിലും നമ്മൾ ആക്റ്റീവായിട്ടിരുന്നു കഴിഞ്ഞാൽ അത്രത്തോളം കാലം നമുക്ക് വളരെ വലിയൊരു പരിധി വരെ നമുക്ക് ആരോഗ്യം നിലനിർത്തിക്കൊണ്ട് പോകാം. അപ്പോൾ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഈ ഇപ്പോൾ എല്ലാ കാര്യത്തിലും ആക്റ്റീവ്. ഇപ്പോൾ ഏകദേശം 4 യൂട്യൂബ് ചാനലുണ്ട്. എല്ലാത്തിലും കൂടെ നാട്ടുകാരായിട്ട് ഞാൻ സംസാരിച്ച് പരമാവധി ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സംഭവം ഇതാണ്, ആക്റ്റീവായിട്ടിരിക്കുക. അതാണ് ഞാൻ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് ജനനന്മയ്ക്കായിട്ട് വരട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അപ്പോൾ സംഭവം നമ്മൾ ഈ പറഞ്ഞ പോലെ തീർച്ചയായിട്ടും നമ്മൾ ഈശ്വരന് നിരക്കാത്ത കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ ചെയ്യാൻ പാടില്ല, ചിന്തിക്കാനും പോലും പാടില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ ചെറിയ ചിന്തകൾ പോലും ഭഗവാൻ ഈശ്വരൻ അറിയുന്നു. ഓക്കെ, ഈശ്വരനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറയുന്നില്ല, ഞാൻ മറ്റ് ചാനൽ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സംഭവം ഇതാണ്, ഈശ്വരന് നിരക്കാത്തതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. ഏതെങ്കിലും ക്ഷേത്രത്തിലെ സ്വർണ്ണ പാളികൾ നമ്മൾ മോഷ്ടിക്കാൻ പാടില്ല. ഓക്കെ, ഇത് മലയാളികളായിട്ട് ജനിച്ച 100% പേരോട് ഞാൻ പറയുന്നതാണ്. ക്ഷേത്രങ്ങളിലൊക്കെ കയറി നമ്മൾ ക്ഷേത്രം മുതൽ മോഷ്ടിക്കാൻ പാടില്ല. ഓക്കെ, ഏറ്റവും മിനിമം ചെയ്യേണ്ട കാര്യമാണ്. അതുപോലും പാലിക്കാത്ത ആൾക്കാരാണ് നിരവധി പേര്. അവർക്കൊക്കെ ഒരുപാട് പോപ്പുലാരിറ്റി ഉണ്ട്. ഓക്കെ, പിന്നെ മയക്കുമരുന്ന് കച്ചവടം ചെയ്യാൻ പാടില്ല. ഓക്കെ, അതുപോലെ തന്നെ തീവ്രവാദം, അതായത് ഈ ബോംബ്, മിസൈൽ തുടങ്ങിയ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നാട്ടുകാരുടെ തലയെ കൊണ്ടിടരുത്. ഓക്കെ, ഇതൊക്കെ മിനിമം കാര്യങ്ങളാണ്, ഏറ്റവും മിനിമം കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നമ്മുടെ ഡൊണാൾഡ് ട്രംപ് ചെയ്ത പോലെ മിസൈൽ കൊണ്ടിട്ട് 53 കുഞ്ഞുങ്ങളെ കൊല്ലുക. ഓക്കെ, അതുപോലുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. അതുപോലെ തന്നെ ഇതിനൊക്കെ തന്നെ ആയുധ വ്യാപാരം എന്ന് പറയുന്ന സംഭവമുണ്ട്. അത് നമുക്കറിയത്തില്ല, നമ്മൾ സാധാരണക്കാരല്ലേ, നമുക്ക് ഇതൊന്നും അറിയേണ്ട കാര്യമില്ലെന്നാണ് പൊതുവേ ഉള്ളൊരു ജനഹിതം, ജനങ്ങളുടെ ഒരു ആയുധ വ്യാപാരം നമ്മൾ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ 2-3 ആഴ്ചയ്ക്ക് മുമ്പ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞേക്കുന്നത് എന്തുവാണ്, എല്ലാ രാജ്യങ്ങളും GDP-യുടെ 5% ആയുധം വാങ്ങിക്കാൻ ഉപയോഗിക്കണം
എന്നാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. അദ്ദേഹത്തിന് ഈ ആയുധ വ്യാപാരികളോട് ഇത്രയും സ്നേഹം എന്താണ്? എല്ലാവരും പറയുന്നെന്ന്, പോലീസുകാർ പറയുന്ന പോലെ സംഭവം ആയുധ വ്യാപാരികളിൽ നിന്ന് ഇദ്ദേഹത്തിന് കമ്മീഷൻ കിട്ടുന്നുണ്ട് എന്നാണ് പലരും പറയുന്നത്. ഞാൻ പറയുന്നില്ല കേട്ടോ. ഓക്കെ, ആയുധ വ്യാപാരം. ഇപ്പോൾ ഇന്ത്യ ഓരോ വർഷവും ട്രില്യൺസ് ചിലവാക്കി ആയുധം വാങ്ങുന്നുണ്ട്. ഇപ്പോൾ 2025 ഏകദേശം 2.5 ലക്ഷം കോടി രൂപയ്ക്ക് ആണ് പ്രതിരോധ ചെലവ് ഏകദേശം. അതിൽ തന്നെ ഏകദേശം 1.25 ലക്ഷം കോടി രൂപയ്ക്ക് ആയുധം വാങ്ങുകയും ചെയ്തു. അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോയിൽ ചോദിച്ചു, കഴിഞ്ഞ വർഷം വാങ്ങിച്ച ആയുധങ്ങൾ എത്രത്തോളം നമ്മൾ ഉപയോഗിച്ചു, ഇന്ത്യ ഉപയോഗിച്ചു? ഓക്കെ, അതിനു മുമ്പ് 24, 23, 22, 21, 20, 19, 18 ഒക്കെ വാങ്ങിച്ച ആയുധങ്ങൾ 5% പോലും ഉപയോഗിച്ചിട്ടില്ല. പിന്നെ എന്തിന് നമ്മൾ ഈ 2026 ആയുധങ്ങൾ വാങ്ങുന്നു? ഡൊണാൾഡ് ട്രംപ് പറഞ്ഞേക്കുന്നത് എത്രയാണ്? GDP-യുടെ 5% വെച്ച് ഓരോ വർഷവും വാങ്ങിച്ചു കൊള്ളണം ഓരോ രാജ്യങ്ങളും. അപ്പോൾ ഈ ആയുധം എന്തിനാണ്? ശത്രു രാജ്യങ്ങളെ ആക്രമിക്കാനും, ലളിതമായിട്ട് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ രീതി പറയുകയാണെങ്കിൽ നാട്ടുകാരെ കൊല്ലാനാണ്. മനുഷ്യജീവനെ വകവരുത്താൻ വേണ്ടി മാത്രമാണ് ആയുധം ഉപയോഗിക്കുന്നത്, അല്ലാതെ വേറെ ഒന്നിനും അല്ലല്ലോ. അപ്പോൾ അതിലും ഞാൻ ടിക്ക് ചെയ്യുന്നു. ഒരു രാജ്യവും ആയുധം വാങ്ങാൻ പാടില്ല. അത് ഈശ്വരന് നിരക്കാത്തതാണ്. ഡൊണാൾഡ് ട്രംപ് പറഞ്ഞേക്കുന്നത് എന്തുവാണ്? എല്ലാ രാജ്യങ്ങളും GDP-യുടെ 5% വെച്ച് ആയുധം വാങ്ങണം. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് കുറേ ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചിട്ടുണ്ടല്ലോ. അതിന് ഒരാൾ മറുപടി പറഞ്ഞ ഇതാണ്, നമ്മൾ ആയുധം വാങ്ങിച്ചില്ലെങ്കിൽ പാകിസ്ഥാനിഞ്ഞ് കയറും. ഞാൻ ചോദിച്ചു, ഈ പാകിസ്ഥാൻ കയറിയിട്ട് എന്തോ ചെയ്യുന്നത്? കേട്ടോ, അതിന് ഞാൻ തന്നെ ഉത്തരം പറഞ്ഞു. ഏറിപ്പോയ ഒരു 10 ഏക്കർ സ്ഥലം കീഴ്പ്പെടുത്തും. ഞാൻ പിന്നെ ചോദിച്ചു, ഈ 10 ഏക്കർ സ്ഥലം കീഴടക്കിയിട്ട് അവിടെ എന്തോ ചെയ്യുന്നത്? കൃഷി ചെയ്യുന്നുണ്ടോ? അതല്ല അവിടെ സ്വർണ്ണ നിക്ഷേപമുണ്ടോ? അതല്ല ക്രൂഡ് ഓയിൽ നിക്ഷേപമുണ്ടോ? എന്തിനാ? പാകിസ്ഥാൻ കയറുന്നു, ശരി, സമ്മതിച്ചു, വാദത്തിന് വേണ്ടി സമ്മതിക്കുന്നു. എന്തിനാണ് പാകിസ്ഥാൻ കയറുന്നത്? കൃഷി ചെയ്യാനാണോ? ക്രൂഡ് ഓയിൽ മോട്ടിക്കാനാണോ? സ്വർണം മോട്ടിക്കാനാണോ? ഉത്തരവുണ്ടോ? അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഇതാണ്, എൻ്റെ വിശകലനം ഇതാണ്. ആയുധ വ്യാപാരം നടക്കാൻ വേണ്ടി കൃത്രിമമായിട്ട് ഈ സംഘർഷം സൃഷ്ടിച്ച് സംഘർഷം നിലനിർത്തി ആയുധ വ്യാപാരത്തിലൂടെ പണം ഉണ്ടാക്കുക. നമ്മുടെ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് യുദ്ധം ഇറാൻ അമേരിക്ക യുദ്ധമാണ്, ഇസ്രായേൽ യുദ്ധമാണ്. ഓക്കെ, അത് തുടങ്ങിയതിന് ശേഷമെങ്കിലും ലോകത്തിലെ ഏതെങ്കിലും ഒരുത്തൻ, ഈ ഞാനല്ലാതെ ലോകത്തിലെ ഏതെങ്കിലും ഒരുത്തൻ ആയുധ വ്യാപാരികൾ ഈ യുദ്ധത്തിൻ്റെ മറവിൽ കോടികളുടെ ട്രില്യൺസ് ലാഭം ഉണ്ടാക്കുന്ന, ആയുധ വ്യാപാരത്തിലൂടെ ലാഭം ഉണ്ടാക്കുന്നത്, അതിനെപ്പറ്റി ഏതെങ്കിലും ഒരുത്തൻ, ഭൂമിയിലെ 830 കോടി ജനങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, ഏതെങ്കിലും ഒരാൾ ഈ ആയുധ വ്യാപാരികൾ യുദ്ധത്തിൻ്റെ മറവിൽ കൊയ്തു കൂട്ടുന്ന ട്രില്യൺ ഡോളേഴ്സ്, അതിനെക്കുറിച്ച് ആരെങ്കിലും ഒരാൾ അബദ്ധത്തിലെങ്കിലും
ഒന്ന് സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല. ഇപ്പോൾ ദാ ഇന്നലെ നമ്മുടെ പാറ്റകൾ ഇളകി ഡൽഹിയിൽ അവർ സമരം ചെയ്യുന്നത് എന്തിനാണെന്നറിയോ? ഏതാണ്ടൊരു മന്ത്രി ഏതാണ്ട് പറഞ്ഞ് പിന്നെ നീറ്റ് പരീക്ഷ എന്തോ സംഭവിച്ചു, അതിന് ആ മന്ത്രി രാജിവെക്കണമെന്ന് പറഞ്ഞാണ് സമരം. എന്തുകൊണ്ട് ഇവർ പെട്രോളിൻ്റെ വിലയ്ക്ക് എതിരെ സംസാരിക്കുന്നില്ല? ഓക്കെ, ക്രൂഡ് ഓയിലിന് വില കുറഞ്ഞു, എന്നിട്ടും കൂട്ടിയ പെട്രോള് അതിൻ്റെ വില കുറയ്ക്കുന്നില്ല. ഓക്കെ, ഏകദേശം ഒരു 3-4 കൊല്ലത്തിന് മുമ്പ് ഫ്രാൻസിൽ ഇതുപോലെ പെട്ടെന്ന് ഒരു ദിവസം ഈ ഇന്ധനത്തിൻ്റെ പലതരം ഇന്ധനമുണ്ടല്ലോ അവിടെ, നമ്മുടെ ഇന്ത്യയിൽ മാത്രമുള്ള ഇന്ധനമല്ല, വേറെ പല രീതിയിലുള്ള ഇന്ധനമുണ്ട്, അതിനെല്ലാം വില എന്തോ ടാക്സ് കൂട്ടിയോ എന്താ ചെയ്തു. ഫ്രാൻസിലെ മുഴുവൻ ജനങ്ങളും തെരുവിലിറങ്ങി ഈ പാറ്റകളെപ്പോലെ പ്രശ്നമുണ്ടാക്കി. രാജ്യത്തുടനീളം ഒരാളില്ല ഒഴിഞ്ഞു നിന്നത്. മുഴുവൻ ആൾക്കാരും, ഫ്രാൻസിലെ മുഴുവൻ ആൾക്കാരും അതിനെതിരെ പ്രതിഷേധവുമായിട്ട് തെരുവിലിറങ്ങി. ഒരു ചിന്താവ വിളിച്ചിട്ട് പിന്മാറി വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങിയൊന്നുമില്ല, അവിടെ നിലനിന്നു. 48 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് രാജ്യം സമ്പൂർണമായും നിലച്ചു. ആ തീരുമാനം റദ്ദ് ചെയ്യേണ്ടി വരുന്നു ഗവൺമെൻറ്റിന്. എന്തുകൊണ്ട് നമുക്ക് അതുപോലെ ചെയ്യാൻ പറ്റുന്നില്ല? മറ്റൊന്നുമല്ല, നമ്മളൊക്കെ വെറും കിഴങ്ങന്മാരായതുകൊണ്ടാണ്. 100% അത് മാത്രമാണ് കാരണം. പെട്രോളിൻ്റെ മാത്രമല്ല. ഈ ചോദ്യം ഞാൻ ചോദിച്ചല്ലോ, അതായത് 2025 ആയുധം വാങ്ങിച്ച ആയുധങ്ങൾ 5% പോലും ഉപയോഗിച്ചിട്ടില്ല. ഓരോ വർഷവും ആയുധങ്ങൾ ഏകദേശം 1 ലക്ഷം കോടിക്കും 1.5 ലക്ഷം കോടിക്കും ഇടയിലുള്ള ഒരു തുകയ്ക്ക് ഇന്ത്യ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഉപയോഗിക്കുന്നില്ല. അതേസമയം ഓരോ വർഷവും കഴിഞ്ഞ വർഷത്തിന് കാട്ടിൽ ഏകദേശം 10% കൂടുതലായിട്ട് ഓരോ വർഷവും ആയുധങ്ങൾ വാങ്ങുന്നുമുണ്ട്. അത് ചോദ്യം ചെയ്യാൻ ഫ്രാൻസിലെ ജനങ്ങൾക്ക് അറിയത്തില്ല കാര്യം. ഓക്കെ, അറിഞ്ഞു തുടങ്ങുന്നേ ഉള്ളൂ, അറിഞ്ഞു വരും, സംഭവം എല്ലാം അറിഞ്ഞു വരും. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ചോദിക്കുന്നത്. ഓക്കെ, നമ്മൾ പെട്രോളിൻ്റെ വില വർധനവിനെതിരെ ഇതുപോലെ പ്രതിഷേധിക്കുന്നില്ല, ഈ പാറ്റകളും പ്രതിഷേധിക്കുന്നില്ല. ആയുധ വ്യാപാരം, അതിനെക്കുറിച്ചും ആരും പ്രതികരിക്കുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് പറയാം, നമ്മളൊക്കെ വെറും കിഴങ്ങന്മാരായതുകൊണ്ടും നമ്മളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞാൽ യാതൊരു ലോകപരിചയവും ഇല്ലാതെ വായും പൊളന്ന് ജീവിക്കുന്നവരായതുകൊണ്ടാണ് ഇതൊക്കെ ഇവിടെ നടക്കുന്നത്. ഇതിൻ്റെ പേരിൽ ഇനിയിപ്പോൾ കേസ് വല്ലതും ഉണ്ടായ ഒരു സംശയമില്ല, ഞാൻ ധൈര്യപൂർവ്വം സന്തോഷപൂർവ്വം ജയിലിൽ കിടക്കാൻ തയ്യാറാണ്. കാര്യം ഈ കിഴങ്ങന്മാരുടെ കൂട്ടത്തിലല്ല ഞാൻ പെടുന്നതെന്ന് എനിക്ക് സ്വയം ബോധ്യപ്പെടാനാണ്. അപ്പോൾ ഈ വീഡിയോയുടെ പേരിൽ ജയിലിൽ പിടിച്ചിടുകയോ അല്ലെങ്കിൽ തൂക്കിലേറ്റുകയോ ചെയ്താലും ഞാൻ സന്തോഷത്തോടെ ആ ശിക്ഷ ഏറ്റുവാങ്ങും. കാരണം എൻ്റെ ഉദ്ദേശം ഇത് മാത്രമാണ്. ഈ കിഴങ്ങന്മാരുടെ കൂട്ടത്തിൽ വായും പൊളന്ന് ജീവിക്കുന്ന, യാതൊരു ലോകപരിചയവും സാമൂഹ്യ ബോധവും ഇല്ലാത്ത ആൾക്കാരുടെ കൂട്ടത്തിലല്ല ഞാൻ പെടുന്നതെന്ന് എനിക്ക് സ്വയം ബോധ്യം വരാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു, 19 മിനിറ്റായി. അതുകൊണ്ട് മാത്രം ഞാൻ നിർത്തുന്നു. എനിക്ക് 50-ലേറെ മണിക്കൂറുകൾ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികളോട് സംസാരിക്കാനുണ്ട്. ഞാൻ പറയുന്നത് കേൾക്കാൻ ഏറ്റവും കുറഞ്ഞ ഒരു 1000 പേരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഈ 50 മണിക്കൂർ സംസാരിക്കാം. അതൊക്കെ തന്നെ ഈ 50 മണിക്കൂർ മുഴുവൻ 100% മലയാളികൾക്ക് എന്നല്ല, 830 കോടി ജനങ്ങളിൽ 99.9% പേർക്കും അറിയാത്ത വിഷയങ്ങൾ മാത്രം ഞാൻ 50 മണിക്കൂർ സംസാരിക്കാം.
അതിനൊക്കെ തന്നെ ഈ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയേക്കുന്നത്. എനിവേ, സമയം അതിക്രമിച്ചിരിക്കുന്നു, 20 മിനിറ്റായി. ഓക്കെ, അപ്പോൾ തൽക്കാലം ഞാൻ നിർത്തുന്നു. എവിടെങ്കിലും നമ്മുടെ ഒരു സംസാരത്തിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഇത് പോസിറ്റീവായിട്ടുള്ളൊരു വീഡിയോ ആണെന്ന് നിങ്ങൾക്ക് തെറ്റിദ്ധാരണയെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ തീർച്ചയായിട്ടും ഭാഗ്യം വരും എന്നാണ് ഞാൻ ആശപ്പെടുന്നത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ. ഓക്കെ, തീർച്ചയായിട്ടും 1.25 ലക്ഷം കോടി രൂപ വെച്ച് ലാഭിക്കാം. ആയുധം ഒരു വർഷമെങ്കിലും വാങ്ങണ്ട, പുതുതായിട്ട്. ബാക്കിയൊക്കെ പണ്ടത്തെയൊക്കെ വാങ്ങിച്ച് ഇരിക്കുന്നുണ്ടല്ലോ, അതൊന്നും തുരുമ്പെടുത്ത് പോയില്ലല്ലോ. അത് ഉപയോഗിച്ചാൽ മതിയെന്ന് തീരുമാനിച്ചാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1.5 ലക്ഷം കോടി രൂപ വെച്ച് വേണമെങ്കിൽ ഓരോ വർഷവും ലാഭിക്കാം. അത് തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യമല്ലേ? ഇതുപോലെ നിരവധി കാര്യങ്ങളുണ്ട്, നിരവധി വിഷയങ്ങളുണ്ട്. എല്ലാം കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ ഒക്കില്ല. എന്തായാലും ഇപ്പോൾ 22 മിനിറ്റായി. ഒരേ ടെമ്പോയിൽ ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ 50 മണിക്കൂർ ഞാൻ സംസാരിക്കുന്നത് ഞാൻ സ്വപ്നം കാണുന്നു. നിങ്ങൾക്ക് അത് കേൾക്കാൻ സമയം ഉണ്ടാവുന്ന ഒരു കാലത്ത് അത് നമുക്ക് ചെയ്യാം. തീർച്ചയായിട്ടും ഇതുപോലുള്ള ചൊറിയുന്ന വർത്താനവും ഒക്കെ ആയിട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല. ഈ അമേരിക്കയുടെ ഇതൊക്കെ പറയുന്നത്, ആയുധ വ്യാപാരമൊക്കെ പറയുന്നത് ചിലർക്ക് ബോറടിക്കും. ഇവരൊന്നും കടക്കണിയിൽപ്പെടുന്നത്, മാസം തോറും EMI അടയ്ക്കാൻ വേണ്ടി പെടാപാട് പെടുന്നതൊന്നും ബോറടിക്കുന്ന വിഷയമല്ല. ഓക്കെ, തൽക്കാലം ഞാൻ നിർത്തുന്നു. ഇനിയും വരുന്നുണ്ട്. അപ്പോൾ സംഭവം ഇതാണ്, ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എവിടെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സ്പാർക്ക് നിങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ മാത്രം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നോടൊപ്പം കൂടുക. തീർച്ചയായിട്ടും ഇനിയും പല വിഷയങ്ങളുമായിട്ട് വരുന്നുണ്ട്. അതെല്ലാം തന്നെ ജനനന്മയ്ക്കും നിങ്ങളുടെ ഓരോരുത്തരുടെയും ഭാഗ്യം വർദ്ധിപ്പിക്കാനും ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അത് ഞാൻ അവകാശപ്പെടുന്നു. തൽക്കാലം ഗുഡ് ബൈ. ശ്രീകണ്ഠൻ നായരുടെ ഗുഡ് ബൈ. ഓക്കെ.